നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കിടിലൻ 4 റെയിൽവേ സ്റ്റേഷനുകൾ പറഞ്ഞു തരട്ടെ. യെസ്, 145ഓളം വർഷം പഴക്കമുള്ള കൊളോണിയൽ കാല റെയിൽവേ സ്റ്റേഷനുകൾ. 4 ഇപ്പോഴും മെമു ട്രെയിൻ സർവീസുള്ള റെയിൽവേ സ്റ്റേഷനുകളാണ്. ആദ്യത്തേത് ദൊഡ്ജാല. ബാംഗ്ലൂരിൽ നിന്ന് 28 കിലോമീറ്റർ ട്രെയിനിലോ ബസ്സിലോ ബൈക്കിലോ ഒക്കെ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാം. പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച അതേ മെറ്റീരിയൽ ഉപയോഗിച്ച് അറ്റകുറ്റപ്പണി നടത്തി നവീകരിച്ചതാണ് ഈ സ്റ്റേഷൻ. ടിക്കറ്റ് കൗണ്ടറും വെയിറ്റിംഗ് റൂമും ഒക്കെ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. അടുത്തത് ദേവനഹള്ളി. ഒരു കവിത പോലെ സുന്ദരമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. നല്ല ഫോട്ടോജനിക് കെട്ടിടം. കാണാൻ ചെറുതാണെങ്കിലും കൊളോണിയൽ ഭരണകാലത്ത് ഏറ്റവും തിരക്കുണ്ടായിരുന്ന സ്റ്റേഷനായിരുന്നു ഇത്. അനുബന്ധമായി പുതിയ കെട്ടിടം പണി കഴിപ്പിച്ചിട്ടുണ്ടെങ്കിലും പഴയ പ്രൗഢി നിലനിർത്തിയിരിക്കുകയാണ് ഇവിടെ. വെയിറ്റിംഗ് റൂം, വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. പറയാൻ വിട്ടുപോയി, റീൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ. ഇനി നിങ്ങൾക്ക് ഈ റൂട്ടിലെ ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് പറഞ്ഞു തരാമേ. സ്കിപ്പ് ചെയ്യരുതേ. 2 റെയിൽവേ സ്റ്റേഷനുകൾ കൂടി പറയാൻ ബാക്കിയുണ്ട്. ദേവനഹള്ളി റെയിൽവേ സ്റ്റേഷൻ കാണും മുൻപോ കണ്ടിറങ്ങിയ ശേഷമോ നിങ്ങൾക്കിവിടെ കയറി തനി കേരളീയ ശൈലിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇത് തലശ്ശേരി റെസ്റ്റോറൻറ്റിൻ്റെ ഏറ്റവും പുതിയ ബ്രാഞ്ചാണ്. അപ്പവും സ്റ്റ്യൂവും പുട്ടും കടലക്കറിയും ദോശയും ചട്നിയും പൊറോട്ടയും മീൻ മുളകിട്ടതും തലശ്ശേരി മാങ്ങാ ഫിഷ് കറിയും നിങ്ങൾക്ക് ഇവിടെ രുചിക്കാം. നല്ല വീശിയടിച്ച ചായയും മലബാർ സ്നാക്സും കിട്ടുന്ന കൗണ്ടറും ഇവർക്കുണ്ട്. നമുക്ക് യാത്ര തുടരാം. അടുത്തത് അവധിഹള്ളി റെയിൽവേ സ്റ്റേഷൻ. ദേവനഹള്ളി സ്റ്റേഷനിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയാണ് അവധിഹള്ളി. ഈ സ്റ്റേഷനിൽ പട്ടുനൂൽ സംസ്കരണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ട്രെയിൻ വരുന്നതിന് അരമണിക്കൂർ മുൻപ് സ്റ്റേഷൻ തുറന്നു പ്രവർത്തിക്കും. ട്രെയിൻ പോയി കഴിഞ്ഞാൽ വീണ്ടും അടയ്ക്കും. മറ്റു റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാട്ടിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. ഗൂഗിൾ മാപ്പിട്ട് ഈ അടയാളം നോക്കി പോയാൽ മതി. അടുത്തതാണ് നന്ദി ഹോൾട്ട്. ഇപ്പോൾ നമ്മൾ നന്ദി ഹിൽസിൻ്റെ താഴ്വരയിലാണ് നിൽക്കുന്നത്. ചിക്കബല്ലാപുര കോലാർ റെയിൽവേ ലൈനിൻ്റെ ഭാഗമാണ് ഈ സ്റ്റേഷൻ. ഡെമു മെമു സർവീസുകൾ ഉണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനാണ് ഹെറിറ്റേജ് സ്റ്റേഷനുകളിൽ ഏറ്റവും വലുത്. കൊളോണിയൽ കാല നിർമ്മിതിക്ക് ഒരു മാറ്റവും വരുത്താതെയാണ് ഇതും നവീകരിച്ചത്. ഈ സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് നന്ദി ഹിൽസിന്റെ താഴ്വരയിലുള്ള കാർഷിക ഗ്രാമങ്ങളൊക്കെ സന്ദർശിക്കാം. ബംഗളൂരുവിൽ സ്ഥിരതാമസമാക്കിയവർക്കും കേരളത്തിൽ നിന്ന് വരുന്നവർക്കും ഒരു വീക്കെൻഡ് ട്രിപ്പായി ഈ ഐറ്റിനറി ഉപയോഗിക്കാം. റീൽ എല്ലാവർക്കും അയച്ചു കൊടുക്കണേ. വീണ്ടും വരാം പുതിയ വീഡിയോയുമായി.